കേരള കോൺഗ്രസ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടി.യു. കുരുവിള അനുസ്മരണം നടത്തി. കോതമംഗലം എം.എൽ.എ. ഷിബു തെക്കുംപുറം യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് പാർട്ടിക്ക് നേതൃത്വം നൽകിയ സമുന്നത വ്യക്തിത്വമായിരുന്നു അന്തരിച്ച മുൻ മന്ത്രിയും പാർട്ടി ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന ടി.യു. കുരുവിള എന്ന് യോഗം അനുസ്മരിച്ചു. കേരള കോൺഗ്രസ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന ടി.യു. കുരുവിളയുടെ സ്മരണാർത്ഥം അനുസ്മരണ സമ്മേളനം നടത്തി. എം.എൽ.എ. ഷിബു തെക്കുംപുറം യോഗം ഉദ്ഘാടനം ചെയ്തു. വളരെ ദുഃഖമാണ് ഈ സാഹചര്യത്തിൽ ഉള്ളത്. എല്ലാ തരത്തിലും നമ്മളെ സ്നേഹിച്ച നമ്മുടെ നാടിനെയും നമ്മുടെ പാർട്ടിയെയും അളവറ്റ സ്നേഹിക്കുകയും എല്ലാ തരത്തിലും നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഒരു നേതാവായിരുന്നു ടി.യു. കുരുവിള ചേട്ടൻ. അദ്ദേഹം ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളെല്ലാം വളരെ കൃത്യതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും അതിൽ വിജയം കണ്ടെത്തുവാനും ഒക്കെ കഴിയുന്ന അസാമാന്യമായ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു കുരുളാഞ്ചേട്ടൻ. 7 പതിറ്റാണ്ട് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച് എം.എൽ.എയും മന്ത്രിയും നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നേതൃസ്ഥാനവും വഹിച്ച് നാടിന്റെ വികസന നായകനായി പ്രവർത്തിച്ച് വിട്ടുപിരിഞ്ഞ ടി.യു. കുരുവിളയുടെ സ്മരണകൾക്ക് മുന്നിൽ കേരള കോൺഗ്രസ് പ്രവർത്തകർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്ത് പാർട്ടിക്ക് നിസ്തുല്യനായ നേതാവായി മാറിയ ടി.യു. കുരുവിള കോതമംഗലത്തെ പാർട്ടിയുടെ മുഖമായിരുന്നുവെന്ന് ഷിബു തെക്കുംപുറം എം.എൽ.എ. അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടുകളും പാർട്ടിയോടുള്ള ആത്മാർത്ഥതയും എല്ലാവരും മാതൃകയാക്കേണ്ടതാണെന്നും എം.എൽ.എ. സൂചിപ്പിച്ചു. നിയോജകമണ്ഡലം പ്രസിഡന്റ് എ.ടി. പൗലോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന നേതാക്കളായ ജോമി തെക്കേക്കര, റോയ്സ് കറിയ, ബാബു പോൾ, റാണിക്കുട്ടി ജോർജ്, ടോമി ജോസഫ്, ജോർജ് അമ്പാട്ട്, ആന്റണി ഓലിപ്പുറം, ബിജു വെട്ടിക്കുഴ, ജോജീസ് കറിയ, ജില്ലാ ഭാരവാഹികളായ കെ.എം. എൽദോസ്, കെ.കെ. കോയാൻ, സജി തെക്കേക്കര, ജെയിംസ് കോർമേൽ, ജോണി പുളിനിടം, ജോസ് കവളമകൽ, മാമച്ചൻ സ്കറിയ, ഷാജി അമ്പാട്ടുകൂടി, വി.പി. എൽദോസ്, ലിസി പോൾ, അഡ്വക്കേറ്റ് ജോസഫ് കിരൺ, എ.വി. ജോണി, ജോം വെട്ടിക്കുഴ, ജോസ് കൈതകൽ, ഡി. കോര, ജോസി പോൾ, ജോബി കാരഞ്ചേരി, എ.എൻ. സുരേന്ദ്രൻ, ജോസ് തുടുമേൽ, സി.വി. കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.